നമസ്കാരം. ഞാൻ അനഘ്. കൃഷിയുമായി ബന്ധപ്പെട്ട് അറിവിന്റെ നുറുങ്ങുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനായി വന്നിരിക്കുന്നു. പലരും പലപ്പോഴും ഓർക്കാതെ പോകുന്ന ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇത്തവണ ഞാൻ ശ്രമിക്കുന്നത്. മറ്റൊന്നുമല്ല, മുട്ടത്തോടിന്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ മിക്കവരുടെ വീട്ടിലും പതിവായി മുട്ട ഉപയോഗിക്കുന്നു. പക്ഷേ ആ മുട്ടത്തോട് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നു ചോദിച്ചാൽ മിക്കവരുടെയും ഉത്തരം എടുത്ത് ദൂരേക്ക് എറിയുന്നു എന്നാകും. എങ്കിൽ ഇനി മുതൽ അത് നിർത്തിക്കോളൂ. വിലപ്പെട്ട ഒരു കൃഷിസഹായിയാണ് നിങ്ങൾ ഇതുവരെ വലിച്ചെറിഞ്ഞിരുന്നത്. ഇനി നമുക്ക് മുട്ടത്തോടിനെ പരമാവധി എങ്ങനെയൊക്കെ കൃഷിയിൽ ഉപകാരിയാക്കാമെന്ന് നോക്കാം. ഒരു മുട്ടത്തോടിന്റെ ശരാശരി ഭാരം 5 ഗ്രാമാണ്. അതിന്റെ 40% കാൽസ്യമാണ്. ഇതിനു പുറമെ ഫോസ്ഫറസ്, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം പോലുള്ള ധാതുക്കളും മുട്ടത്തോടിൽ അടങ്ങിയിട്ടുണ്ട്. മുട്ടത്തോടിലെ കാൽസ്യം ചെടിയുടെ കോശങ്ങൾക്ക് ബലവും രോഗപ്രതിരോധ ശക്തിയും നൽകുമ്പോൾ മഗ്നീഷ്യം ഇലകൾക്ക് നല്ല പച്ചനിറം നൽകുന്നു. മണ്ണിന്റെ അമ്ലത നിയന്ത്രിക്കാനും ആവശ്യാനുസരണം കാൽസ്യത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്താനും വളമായും ജൈവ കീട നിയന്ത്രണത്തിനായും ഒക്കെ മുട്ടത്തോട് ഉപയോഗിക്കാനാവും. കുമ്മായത്തെ അപേക്ഷിച്ച് മുട്ടത്തോടിലെ കാൽസ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വളരെ സാവധാനം മാത്രമേ അത് മണ്ണിലേക്ക് ചേരുകയുള്ളൂ. അമ്ലത മണ്ണിൽ വർദ്ധിക്കുന്നത് സാവധാനത്തിലായതിനാൽ നമുക്കാവശ്യവും ഇതുതന്നെയാണ്. അതായത് കുമ്മായത്തേക്കാൾ കൃഷിക്കിണങ്ങുന്നതാണ് മുട്ടത്തോട്. മുട്ടത്തോട് കാർഷികാവശ്യത്തിനായി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. അന്നന്ന് ഉപയോഗിക്കുന്ന മുട്ടയുടെ തോട് ഉണക്കി ഒരു പാത്രത്തിൽ സംഭരിക്കുക. കുറെ ആകുമ്പോൾ അത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് സൂക്ഷിക്കുക. എന്നിട്ട് ആവശ്യം പോലെ ഉപയോഗിക്കുക. വായു കടക്കാത്ത പാത്രങ്ങളിൽ സൂക്ഷിച്ചാൽ കൂടുതൽ കാലം കേട് ആകെ ഇരിക്കും. ഇനി എങ്ങനെയൊക്കെ മുട്ടത്തോട് ഉപയോഗിക്കാം എന്ന് നോക്കാം. കീടാക്രമണം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ മുട്ടത്തോട് പ്രയോഗം നടത്തി നോക്കാം. മുട്ടത്തോട് പൊടി ചെടിയുടെ ചുവട്ടിലിട്ടാൽ പല കീടങ്ങളെയും അകറ്റി നിർത്താനാകും. മുളച്ചുവരുന്ന ചെറിയ തൈകൾക്ക് ചുറ്റും മുട്ടത്തോട് പൊടി വിതറിയാൽ തൈകളെ ആഹാരമാക്കുന്ന ശലഭങ്ങളുടെ പുഴുക്കളെ നശിപ്പിക്കാം. ഇതിനായി ഉപയോഗിക്കുമ്പോൾ മുട്ടത്തോട് കൈകൾ കൊണ്ട് പൊടിച്ചിടുന്നതാണ് നല്ലത്. ചെത്തി, റോസ് തുടങ്ങിയ ചെടികളുടെ ഇല മഞ്ഞളിപ്പ് മാറാനുള്ള പൊടിക്കയാണ് മുട്ടത്തോട് വളം. മുട്ടത്തോട് പൊടി ചെടിക്ക് ചുറ്റുമുള്ള മണ്ണുമായി കലർത്തി നൽകാവുന്നതാണ്. പച്ചമുളക്, കാന്താരി ഇവയുടെ കായ്ഫലം കുറഞ്ഞുവരുന്ന സമയം അവ മുറിച്ചു നിർത്തിയിട്ട് 2-3 സ്പൂൺ മുട്ടത്തോട് പൊടി ചേർത്ത് കൊടുത്താൽ അവ ശക്തിയോടെ വളർന്ന് വീണ്ടും കായ പിടിക്കുന്നതായി കാണാം. മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോഴും മുട്ടത്തോട് ഉപയോഗിക്കാം. മണ്ണിരകളെ ഇടുന്ന കമ്പോസ്റ്റ് പാത്രത്തിൽ മുട്ടത്തോടിന്റെ അവശിഷ്ടങ്ങൾ ഇട്ടുകൊടുക്കാം. മുട്ടത്തോട് കൊണ്ട് വണ്ടുകളെയും ഒച്ചുകളെയും നിയന്ത്രിക്കാനാവും. മുട്ടത്തോടിന്റെ പൊടി ഇലകളിലും കായ്കളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന വണ്ടുകളുടെ പുറത്ത് വിതറിയാൽ അവയിൽ അസ്വസ്ഥതയുണ്ടാക്കുകയും ദിശേറിയാതെ ചുറ്റിത്തിരിയുകയും ചെയ്യും. ഇലകളിൽ വിതറിയ മുട്ടത്തോട് പൊടി വണ്ടുകളുടെ പുറന്തോടിനുള്ളിൽ കടന്ന് ഗ്ലാസ് ചീളുകൾ പോലെ പ്രവർത്തിച്ച് ദേഹമാസകലം മുറിവുകളുണ്ടാക്കി അവയെ നശിപ്പിക്കും. ഒച്ചുകളെ ഇല്ലാതാക്കാനും മുട്ടത്തോട് ചെടിയുടെ തടത്തിൽ വിതറിയാൽ മതി. ഇനി മുഴുവൻ മുട്ടത്തോട് കൊണ്ടുള്ള ഒരു ഉപയോഗം പറയാം. അതിനെ വിത്ത് മുളപ്പിക്കാനുള്ള മാധ്യമമായി ഉപയോഗിക്കാം. ഇതിനായി നല്ല കട്ടിയുള്ള മുട്ടത്തോട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അധികം വളർച്ചയെത്താത്ത കോഴികളുടെ മുട്ടയ്ക്കാണ് കട്ടിയുള്ള തോടുള്ളത്. പ്രായം കൂടുന്തോറും മുട്ടയുടെ തോടിന്റെ കട്ടി കുറയും. ആയതിനാൽ ഇക്കാര്യം ഓർത്തിരിക്കുക. വിത്ത് മുളപ്പിക്കാനായി മുട്ടത്തോട് ഉപയോഗിക്കുമ്പോൾ ആദ്യമായി തോട് ഇളം ചൂടുള്ള സോപ്പ് വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കണം. അതിനുശേഷം അടിവശത്ത് വളരെ ശ്രദ്ധയോടെ 2-3 സുഷിരങ്ങൾ ഇട്ടുകൊടുക്കണം. വെള്ളം വാർന്നു പോകാനാണ് ഇത്. ചെറുതും വളർച്ച കുറവുള്ളതുമായ ചെടികളാണ് ഇത്തരത്തിൽ മുട്ടത്തോടിൽ പാകാന് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞുവന്നത് വലിച്ചെറിയുന്ന മുട്ടത്തോട് കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് എന്നാണ്. നമ്മൾ ഉപയോഗശൂന്യമെന്ന് വിചാരിച്ച് ദൂരെക്കളയുന്ന പല സാധനങ്ങളും ഇങ്ങനെ എത്രയോ പ്രയോജനങ്ങളുള്ളവയാണ്. ഇത്തരം നമ്മൾ വലിച്ചെറിയുന്ന മറ്റെന്തൊക്കെ വസ്തുക്കളാണ് ഉപകാരപ്രദമായി ഉള്ളത്? നിങ്ങൾ കമന്റായി ഇവിടെ എഴുതൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കമന്റിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും പ്രോത്സാഹിപ്പിക്കണേ. ഞാൻ അനഘ്. നന്ദി.